29 വർഷമായി ഞാൻ യേശുവിൻ്റെ കൂടെ നടക്കുന്നത്. ആ 29 വർഷം മുമ്പേ ഉള്ള തങ്കു ബ്രദർ അല്ല ഇന്ന്. അല്ല, ഇന്നലത്തെ തങ്കു ബ്രദർ അല്ല ഇന്ന്. ആ അഗ്നിക്കകത്തിട്ട് എടുത്തപ്പോൾ അഗ്നിജ്വാലയുള്ള കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ ദേ നിൽക്കുന്നു. ആ കൈകളെല്ലാം ഉയർത്തിക്ക് പറഞ്ഞ ഇത് യേശുവിൻ്റെ കയ്യാ. ഇന്നലത്തെ തങ്കു ബ്രദർ അല്ല ഇന്നത്തെ തങ്കു. എൻ്റെ ആഗ്രഹം പഴയ തങ്കു ബ്രദറിലോട്ട് പോകാനല്ല, യേശുവിൻ്റെ അടുക്കിലേക്ക് കുറച്ചുകൂടെ പോകാം. കുറച്ചുകൂടെ അടുക്കാൻ അടുക്കും തോറും അവൻ്റെ പ്രകാശം മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് കണ്ണാടിയെ പോലെ. തമാശനാണോ എഴുതിയിരിക്കുന്നത്? നാം എല്ലാവരും ഹെവൻലി ഫീസ്റ്റ് സഭയോട് ഞാൻ പറയാം, ഇതുപോലൊരു കൂട്ടർ വേറെ ഇല്ല. ഒരത്ഭുതമെങ്കിലും കിട്ടിയവരൊന്ന് കരം ഉയർത്തിക്ക്. ഇതുപോലൊരു കൂട്ടറില്ല. യേശുവിനെ തൊട്ടതാ, ക്രിസ്തുവിന്റെ വെളിപ്പാട് കേട്ടതാ, ദൈവത്തിന്റെ നിറവിനാൽ നിറഞ്ഞ സഭായോഗം ചടങ്ങിന് വേണ്ടിയല്ല വരുന്നത്, റീചാർജ് ആയിട്ട് പോകാനാ. ഇതിലൂടെ അഗ്നിജ്വാലകളാ പറക്കുന്നത്. കാലുകൾ കാലിനെ നോക്കി പറഞ്ഞത് യേശുവിൻ്റെ കാലുകളാ. ഇത് ചവിട്ടുന്നിടം ചതഞ്ഞല്ല പോകുന്നത്. മാലാഖി പ്രവചനം പറഞ്ഞത് നിങ്ങൾ ചവിട്ടുന്നിടം ഭസ്മമായി പോകും. അതിൻ്റെ കാരണം ദുഷ്ടൻ്റെ പ്രവൃത്തി ആ ദേശത്ത് നിൽക്കത്തില്ല. ഇന്ന് മടങ്ങിപ്പോകുമ്പോൾ ആ ദേശത്തിൻ്റെ മേൽ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നത്. നിങ്ങൾ വന്നിരിക്കുന്ന അയൽവക്കക്കാരൻ അവരാരുമായിക്കോട്ടെ, അവരുടെ അനുഗ്രഹത്തിനാണ് നിങ്ങൾ എവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ആരെയും വിധിക്കാനായിട്ടല്ല ഈ സുവിശേഷം നിരപ്പിന്റെ ശുശ്രൂഷയാ. This is the gospel of reconciliation. ഇത് നിരപ്പിന്റെ വചനമാണ്. And not the gospel of condemnation. ഇത് കുറ്റാരോപണത്തിന്റെ സുവിശേഷമല്ല. If you preach what the apostles preach, you will get the results as the apostle got the results. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് നിങ്ങൾ പ്രസംഗിച്ചാൽ അപ്പോസ്തലന്മാർ കണ്ട അതേ പ്രവൃത്തി നിങ്ങളും കാണും. അവരെഴുന്നേറ്റു പോകുന്നിടമെല്ലാം യേശു പഠിപ്പിച്ച വചനം പറഞ്ഞു. കർത്താവോ അവരുടെ കൂടെ നടന്ന് പറയുന്ന വാക്കിനെ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യ പ്രവർത്തികളാൽ തെളിയിച്ചു, ഉറപ്പിച്ചു. കൈകളെല്ലാം ഉയർത്തിക്കുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എല്ലാം കൈ ഉയർത്തണമെന്നില്ല, ആഗ്രഹമുണ്ട്. എനിക്ക് യേശുവിനെ പോലെയാണ് എല്ലാത്തിലും, എൻ്റെ നോട്ടത്തിൽ, സംസാരത്തിൽ, നിരൂപണങ്ങളിൽ. എനിക്ക് എൻ്റെതായതൊന്നും വേണ്ട. ഞാൻ ഒന്നും ഇല്ലാതെ എവിടെ വന്നേ, തിരിച്ചും അങ്ങനെയാ പോകാൻ പോന്നേ. പക്ഷെ എനിക്ക് ഈ 800 കോടിയെ, ഈ നല്ലവനായ പിതാവിനെ, സ്നേഹത്തെ, ഒരു മതത്തെ പ്രസംഗിക്കാനായിട്ടല്ല, ഈ സ്നേഹത്തെ പ്രസംഗിക്കാൻ.